ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു റിയാലിറ്റി ഷോയാണ്. ആ റിയാലിറ്റി ഷോയുടെ മത്സരാർത്ഥികളാണ് അതിനകത്തുള്ള എല്ലാ പേരും. അല്ലാതെ അവരാരും തന്നെ ഹീറോയുമല്ല ഹീറോയിനുമല്ല. നിങ്ങൾ ആരും തന്നെ പുറത്തുള്ള ഒരാളെയും റെപ്രസെന്റേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുമല്ല. നിങ്ങളിൽ നിന്നും ഒരു ഗുണപാഠവും സമൂഹത്തിലെ ഒരു വ്യക്തിയും എടുക്കുന്നുമില്ല. കാരണം അത്രയേറെ അധപ്പതിച്ചു പോകുന്നുണ്ട് ഈ പറയുന്ന ബിഗ് ബോസ് സീസൺ 7. കഴിഞ്ഞ എല്ലാ വർഷത്തിനേക്കാളും ഏറെ അതിനകത്തുള്ള മത്സരാർത്ഥികൾ പുറത്തുള്ള കുടുംബത്തിലേക്ക് പോലും അവിടുത്തെ കണ്ടന്റുകളെ കൊണ്ട് എത്തിക്കാനുള്ള ശ്രമം മനഃപൂർവ്വമായി ചെയ്യുന്നുണ്ട്. ഇതെന്റെ ഒരു വജ്രായുധമാണ് എന്ന് പോലും പറയപ്പെടുന്ന രീതിയിൽ ഒരു മത്സരാർത്ഥിയെ സമ്മർദ്ദത്തിലേക്ക് എത്തിക്കുന്ന കാഴ്ച നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസ് സീസൺ 7 നിലവിലുള്ള ഇതുവരെയുള്ള എല്ലാ ദിവസങ്ങളുടെയും ഒരു കാൽക്കുലേഷൻ എടുത്ത് നോക്കിയാൽ ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നത് ഷാനവാസ് എന്ന് പറയുന്ന മത്സരാർത്ഥി തന്നെയാണ്. പക്ഷേ ഈ ഷാനവാസ് എന്ന് പറയുന്ന മത്സരാർത്ഥി തുടക്കം മുതൽ ചെയ്തു വരുന്ന ഒരുപാട് പ്രവൃത്തികളുണ്ട്. അതിനെ വിമർശിക്കുകയും അതിനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതിന് ഷാനവാസ് എന്നാവണമെന്നില്ല, അവിടെയുള്ള എല്ലാ മത്സരാർത്ഥികളുടെയും ശരിയിനെയും തെറ്റിനെയും ഒരേ രീതിയിൽ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ഇപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പറയുന്ന ഷാനവാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി വളരെയേറെ മോശമാണ്. അത് മോശത്തിനൊരു പുറമെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ പുറത്തുള്ള കുടുംബങ്ങളിലേക്ക് പോലും ആ വിഷയങ്ങളെ സ്പ്രെഡ് ചെയ്യിക്കാൻ സാധിക്കുന്ന കണ്ടന്റാണ് ഷാനവാസ് വജ്രായുധം എന്ന രീതിയിൽ അവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പാനി ശരത് എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥി അവിടുത്തെ ഒരു സഹ മത്സരാർത്ഥിയാണ്. അവിടെ അവർ ഗ്രൂപ്പ് ചേർന്ന് ഈ പറയുന്ന ഷാനവാസിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഷാനവാസിന് അതിനകത്ത് തന്നെ തന്റെ ഒരു ഗെയിം സ്ട്രാറ്റജി വെച്ച് അവിടെ എന്ത് രീതിയിലുള്ള ഡിഫൻഡ് മോഡൽ നടത്താം. പക്ഷെ ഇതേ ഷോയിൽ നിന്ന് തന്നെ പുറത്തു പോയ ഒരു പെൺകുട്ടീനെയും അതുപോലെ തന്നെ ഈ പറയുന്ന മത്സരത്തിനകത്തുള്ള മറ്റൊരു മത്സരാർത്ഥിയും കൂടി ലിങ്ക് ചെയ്യുന്ന രീതിയിൽ അവിടെയും ഇവിടെയും തൊടാത്ത രീതിയിൽ അപ്പുറവും ഇപ്പുറവും ചെന്നിരുന്ന് പറയുമ്പോൾ ഇതെല്ലാം ജനം കാണുന്നുവെന്നും ഈ പറയുന്ന അതിനുള്ളിലുള്ള ആൺ മത്സരാർത്ഥിക്കും അതുപോലെ തന്നെ പോയ ആ പെൺ മത്സരാർത്ഥിക്കും പുറത്തൊരു കുടുംബം ഉണ്ടെന്നും അവർ ഈ കുടുംബം എന്ന് പറയുന്ന ഒരു ചട്ടക്കൂടിനകത്താണ് ജീവിക്കുന്നതെന്നും ഈ പറയുന്ന അപ്പാനി ശരത്ത് എന്ന് പറയുന്ന മത്സരാർത്ഥി ഒരു അച്ഛനാണെന്നും അദ്ദേഹം ഒരു അച്ഛനാവാൻ പോകുന്ന ഒരു മനുഷ്യനാണെന്നുമുള്ള ഒരു അല്പമെങ്കിലും ഒരു കോമൺ സെൻസ് ഈ പറയുന്ന ഷാനവാസ് എന്ന് പറയുന്ന മത്സരാർത്ഥിക്ക് അവിടെ കാണിക്കാം. ഇത് ഏറ്റവും മറ്റൊരു വിഷയം, ഇതിനകത്തുള്ള വേറെ ആരും ശ്രദ്ധിക്കാതെ പോകുന്നതല്ല, എല്ലാവർക്കും അറിയാം ഇത് ഒരു എഡിറ്റഡ് പരിപാടിയാണ്. അല്ലെങ്കിൽ ഇത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ലൈവ് അല്ല. ഇത് നെക്സ്റ്റ് ഒരു ദിവസം നടക്കുന്ന വിഷ്വൽസിനെല്ലാം ഇവർ വളരെയേറെ ഡ്രിം ചെയ്ത് പബ്ലിക്കിലേക്ക് അവരുടെ ഇൻട്രസ്റ്റ് പ്രകാരമാണ് അവർ ഓരോ വിഷയങ്ങളും പുറത്തേക്ക് വിടുന്നത്. എന്തുകൊണ്ട് ഏഷ്യനെറ്റ് എന്ന് പറയുന്ന ഒരു ചാനലിന് ഇതിന് ഇനിഷ്യേറ്റീവ് എടുക്കാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് ഇത് ഹോസ്റ്റ് ചെയ്യുന്ന ഹോട്ട്സ്റ്റാറിന് ഇതിലേക്ക് ഒരു അറ്റൻഷൻ? ഹോട്ട്സ്റ്റാർ ഹോട്ട്സ്റ്റാർ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണ്. അത് പല രീതിയിലുള്ള പ്രോഗ്രാമുകൾ സ്ട്രീം ചെയ്യുന്ന ഒരു ഏരിയ ആണെന്ന് വെച്ച് നമുക്ക് അവരെ മാറ്റി നിർത്താം. പക്ഷെ ഇതിനെ സ്പോൺസേഴ്സ് ചെയ്യുന്ന, ഈ പ്രോഗ്രാമിനെ സ്പോൺസർഡ് ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ലൈവായിട്ട് പുറത്തേക്ക് ജനങ്ങളുടെ TV മുറികളുടെ, അതായത് നമ്മുടെ TV മുറികളിലൂടെ പുറത്തേക്ക് വിടുന്ന ഏഷ്യനെറ്റ് എന്ന് പറയുന്ന വലിയൊരു ചാനൽ, കാരണം വർഷങ്ങളുടെ പാരമ്പര്യം ഉണ്ട് എന്നൊക്കെ പറയുന്ന ഏഷ്യനെറ്റ് പോലുള്ള ചാനലുകൾ എന്ത് തരത്തിലുള്ള മെസ്സേജാണ് സമൂഹത്തിലേക്ക് കൊടുക്കുന്നത്? ഇത്തരം ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം ഒരു കണ്ടന്റ് എടുത്ത് അവിടുത്തെ ഒരു മത്സരാർത്ഥി പെരുമാറുമ്പോൾ അതിനെതിരെ അതിശക്തമായ രീതിയിൽ താക്കീത് കൊടുക്കണം. ഇത്തരം വിഷയങ്ങളല്ല ഇവിടെ എടുക്കേണ്ടത്, ഹൗസിനുള്ളിൽ ഇത്തരത്തിലുള്ള ടോപ്പിക്കുകളല്ല ഷെയർ ചെയ്യേണ്ടതെന്ന് പറയേണ്ടതിന് പകരം അവർ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെ ഇത്തരം വിഷയങ്ങളെ എവിടെയെല്ലാം സംസാരിക്കുന്നുണ്ടോ അതെല്ലാം തന്നെ ചെറിയ ചെറിയ ക്ലിപ്പുകൾ പോലെ ജനങ്ങളുടെ ഇടയിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് ഇതിനെ ഒരു ടൂളാക്കി പുറത്തു ഉപയോഗിക്കുന്ന കുറേയേറെ ആർമി ഗ്രൂപ്പുകളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതും പോരാഞ്ഞിട്ട് ഇവിടെയുള്ള കുറെ ചീപ്പ് യൂട്യൂബേഴ്സ് ഉണ്ട്. ഒരുമാതിരി തന്തയില്ലാത്ത തംബ്ലൈനുകൾ ഇട്ടുകൊണ്ട് അമ്മാതിരിയുള്ള ചെറ്റത്തനങ്ങളാണ് അവന്മാർ പുറത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങളുടെ യൂട്യൂബ് വഴി ചെയ്യുമ്പോൾ ഏഷ്യനെറ്റ് ചെയ്യുന്ന അതേ പരിപാടി അവർക്ക് അവിടെ അവരുടെ വ്യൂവർഷിപ്പ് കൂട്ടണം, അവരുടെ TRP കൂട്ടാൻ വേണ്ടിയിട്ട് അവർ ഇത്തരത്തിലുള്ള സാധനം പോലും ട്രിം ചെയ്യാതെ ജനങ്ങളുടെ ഇടയിലേക്ക് ഏർ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഇത്തരം വിഷയങ്ങൾ എടുത്ത് ഒരു തരത്തിലും വിഷയമായി പുലബന്ധം പോലും ഇല്ലാത്ത തംബ്ലൈനുകൾ വെച്ച് തെണ്ടിത്തരം കാണിക്കുമ്പോൾ നിങ്ങളുടെ ചാനലിൽ വന്നു കയറുന്ന സബ്സ്ക്രൈബേഴ്സിനെയും അതിന്റെ വ്യൂവും കൂട്ടി നിങ്ങൾക്ക് അതുവഴി പൈസ ഉണ്ടാക്കാൻ നോക്കുന്ന നിങ്ങളുടെ ഈ നാറിയ ചിന്താഗതി എന്ത് മെസ്സേജാണ് സമൂഹത്തിലേക്ക് കൊടുക്കാൻ പോകുന്നത്? ഇവിടെയുള്ള പല യൂട്യൂബേഴ്സും ഈ ഒരു വിഷയം വന്നതിന് ശേഷം അവരുടെ ബന്ധം ഇങ്ങനെയാണ്, ഇവരുടെ ബന്ധം ഇങ്ങനെയാണ്, ഇതൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പരദൂഷണമല്ല, ഇതിനെ പറയേണ്ടത് ചെറ്റത്തനം അല്ലെങ്കിൽ ഒരു തന്തയില്ലായ്മ എന്ന് വേണം ഈ ഒരു വിഷയത്തെ പറയാൻ. കാരണം പ്രതികരിക്കേണ്ടത്
ഈ കുടുംബമാണ്. അതായത് ഈ കുടുംബം തീർച്ചയായിട്ടും പ്രതികരിക്കുമ്പോൾ അത് ശക്തമായിരിക്കണം. കാരണം തീർച്ചയായിട്ടും ഒരു നിയമ നടപടിയിലേക്ക് തന്നെ പോകണം. ചാനലിനെതിരെ നിയമ നടപടിക്ക് പോയാൽ അത്രയേറെ സന്തോഷം. ഏഷ്യനെറ്റ് ഇവിടെ ആരുടെയും തന്തയല്ല. ഏഷ്യനെറ്റ് എന്ന് പറയുന്നത് ഒരു ബ്രോഡ്കാസ്റ്റിംഗ് ചാനലാണ്. ഈ ഏഷ്യനെറ്റ് എന്ന് പറയുന്ന ചാനലിൽ ടെലികാസ്റ്റ് ചെയ്യുന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഈ ഒരു വിഷയം ഡ്രിം ചെയ്ത് പുറത്തുവിടാൻ കാണിക്കാത്ത അവരുടെ മര്യാദയും നമ്മൾ ഇവിടെ ചോദ്യം ചെയ്യുക തന്നെ വേണം. നമ്മളവരെയൊന്നും പേടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ആരുടെയും അട്ടിപ്പേർ അവകാശം ഇവിടെയുള്ള ഒരു ചാനലുകാർക്കും നമ്മൾ കൊടുത്തിട്ടില്ല. ഇവിടെയുള്ള ആരെയും അങ്ങ് തീർത്ത് കളയാമെന്നുള്ള അവകാശവും ഇവിടെയുള്ള ഒരു ചാനലുകാരനും കൊടുത്തിട്ടില്ല. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ വളരെയേറെ ജനപ്രീതി നേടി ഇന്ത്യ എമ്പാടുമുള്ള വിവിധ ചാനലുകളിൽ വിവിധ ലാംഗ്വേജുകളിൽ വളരെ ശക്തമായിട്ട് പോകുന്ന ഒരു പരിപാടി തന്നെയാണ്. ഇതിലേക്ക് വെക്കാൻ പോകുന്ന ഒരു മെസ്സേജിനെ പോലും വളരെയേറെ മോശപ്പെടുത്തുന്ന മലിമസപ്പെടുത്തുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള വിഷ്വൽസുകൾ ജനങ്ങളുടെ ഇടയിലേക്ക് വിടുമ്പോൾ ഇപ്പുറത്ത് പോകുന്നത് പാവപ്പെട്ടവരുടെ കുടുംബങ്ങളാണ്, നശിച്ചു പോകുന്നത് ഒരുപാട് പേരുടെ സ്വപ്നങ്ങളാണ്. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് അവിടുത്തെ ഒരു കണ്ടന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കുറെ TRP കിട്ടുമെന്നുള്ളത് കൊണ്ട് നിങ്ങൾക്കിതൊരു വലിയ എന്താ പറയുക, നിങ്ങളുടെ ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കാം. പക്ഷെ ഇത് ജനത്തിന് അത്രത്തോളം രസിക്കുന്നില്ല. കാരണം നിങ്ങൾ തന്നെ ക്ഷണിച്ചു വരുത്തിയിട്ടുള്ള മത്സരാർത്ഥികളാണ് അതിനകത്തുള്ളത്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ പലതരത്തിലുള്ള ആർഗ്യുമെന്റുകൾ അവിടെ നടത്തുന്നുണ്ട്. ആ ആർഗ്യുമെന്റുകളെല്ലാം ചെന്ന് വീഴുന്നത് ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലാണ് എന്നുള്ള ഒരു തിരിച്ചറിവെങ്കിലും ഈ പറയുന്ന ചാനൽ നടത്തുന്നവർക്കുണ്ടാവണം. എങ്കിൽ ഇത്തരത്തിലുള്ള പച്ച അശ്ലീലങ്ങൾ ജനം കാണും. കാരണം ഇതൊരു ഗെയിം സ്ട്രാറ്റജി ആയിട്ടോ ഇതൊരു തരത്തിലും ഒരു മത്സര ബുദ്ധിയായിട്ടോ എനിക്ക് തോന്നുന്നില്ല. ഇതൊരാളുടെ ജീവിതത്തിലേക്കുള്ള കടന്നുകയറ്റമാണ്. ഒരാളുടെ വ്യക്തി ജീവിതത്തിലേക്കുള്ള മറ്റൊരാളുടെ വളരെ മോശമായിട്ടുള്ള ഇടപെടലുകളാണ്. അവിടെ പലതരത്തിലുള്ള ആളുകളെ കോർണർ ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള പുറമേ പോയി കഴിഞ്ഞാൽ വളരെ മോശമാവുന്ന ഇമേജ് വരെ മോശമാവുന്ന പല രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ അതിനകത്ത് പലരും കൊടുക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഭീകരവും അതിൽ ഏറ്റവും ക്രൂരവുമായിട്ടുള്ള ഒരു വേർഷനാണ് ഈ ഷാനവാസ് അപ്പാനി ശരത്ത് എന്ന് പറയുന്ന അവിടുത്തെ ഒരു മത്സരാർത്ഥിക്കെതിരെ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. പുറത്തു നിൽക്കുന്നവരെങ്കിലും പോട്ടെ, നിങ്ങൾ അകത്തുള്ളതൊരു സഹ മത്സരാർത്ഥി, നിങ്ങൾക്കൊരു മത്സര സ്പിരിറ്റ് എന്ന് പറയാം. പക്ഷെ അവർക്കൊരു കുടുംബമുണ്ടെന്നും ഈ പറയുന്ന സദാചാരം എവിടെ ചെന്നിരുന്ന സദാചാരം വിളമ്പുന്ന ഷാനവാസ് എന്ന് പറയുന്ന ഈ ഒരു മൊണ്ണ തിരിച്ചറിയുക. ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഷാനവാസ് ഇന്നലത്തെ എപ്പിസോഡുകളിലും കൂടി ഇരുന്ന് ഷാനവാസ് കാണിച്ച ഈ പ്രവൃത്തി ഒരു ഹീറോയിസം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇതിനെ സീറോയിസം എന്ന രീതിയിൽ വിശേഷിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം വളരെയേറെ ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു ഈ ഷാനവാസ് എന്ന് പറയുന്ന ഒരു മത്സരാർത്ഥിയോട്. പോയിരുന്ന വഴികളും പോയിരുന്ന രീതികളും ശരി തന്നെയായിരുന്നു. പക്ഷെ ഈ ഒരു ടേക്ക്, ഇപ്പോൾ ഷാനവാസ് അവിടെ എടുത്ത് പ്രയോഗിക്കുന്ന ഈ ഒരു ടേക്ക്, അത് ഒരു മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിലേക്കുള്ള കടന്നുകയറ്റമാണ്. അതിനെ ഒരു തരത്തിലും പിന്തുണയ്ക്കാനോ അതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാനോ അത് വളരെ മികച്ച ഒരു ഗെയിം സ്ട്രാറ്റജി ആണെന്ന് പറയുവാനോ എന്നെ പോലെ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല. കാരണം അത് വേറൊരു മനുഷ്യന്റെ ജീവിതം പോലും തകർക്കുന്ന ഒരു ആക്ഷൻ ആയിട്ടാണ് ഈ പറയുന്ന ഷാനവാസ് ജനങ്ങളുടെ ഇടയിലേക്ക് വെക്കുന്നത്. ഇത്തരത്തിലുള്ള പ്രവർത്തികൾ അവിടെ പലരും ചെയ്യുന്നുണ്ട്. അവിടെ ഒരു വളരെ ഏജ് കുറഞ്ഞ ഒരു മത്സരാർത്ഥിയുണ്ട്, പേര് നൂറ അങ്ങനെ എന്തോ ആണ് ആ കുട്ടിയുടെ പേര്. എനിക്ക് ആ കുട്ടിയുടെ പേര് പോലും അറിയില്ല. കാരണം ഞാൻ ആ കുട്ടിയുടെ ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ ഇത്തരത്തിൽ അറ്റാക്കിങ് ചെയ്യാനുള്ള ഇടമാണ്, അല്ലെങ്കിൽ എന്തൊക്കെയോ ഒച്ചത്തിൽ സംസാരിക്കാനുള്ള ഇടമാണ്, വിഷയങ്ങൾ ഉണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കാനുള്ള ഒരു ഇടമാണ് എന്നുള്ള വളരെ തെറ്റായ ഒരു ധാരണയോടുകൂടി ഈ മത്സരത്തെ സമീപിക്കുന്ന ഒരു പെൺകുട്ടിയാണത്. കാരണം ഇവിടെ ഞാൻ തുടക്കത്തിൽ എന്റെ ഒപ്പീനിയൻ, എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ, ഇവിടെ ഈ ഏജ് എന്ന് പറയുന്നതോ ജെൻഡർ എന്ന് പറയുന്നതോ ഒരു കാൽക്കുലേഷനിൽ ഞാനെന്ന് പറയുന്ന ആൾ കാണാറില്ല. എന്റെ മുന്നിൽ നിൽക്കുന്ന ആൾക്ക് ജെൻഡർ ഡിഫറൻസ് കൊടുക്കാറില്ല, ഏജ് ഡിഫറൻസും കൊടുക്കാറില്ല. അത് ഏത് ഏജ് കാറ്റഗറിയിലുള്ള ആളും എനിക്കൊപ്പം എന്നേ ഞാൻ കരുതുന്നുള്ളൂ. താഴെ നിൽക്കുന്നവനായാലും മേലെ നിൽക്കുന്നവരായാലും ശരിയുടെ പക്ഷം ഏതാണോ അതിന്റെ കൂടെയും തെറ്റിന്റെ പക്ഷം ഏതാണോ രൂക്ഷമായിട്ട് തന്നെ വിമർശിച്ചിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി അവിടെ കാണിക്കുന്ന ഓരോ വിഷയങ്ങളും ഉണ്ടാക്കിയെടുത്ത് പ്രശ്നമുണ്ടാക്കുന്ന വിഷയങ്ങൾ കാണുമ്പോൾ സഹതാപമാണ് തോന്നുന്നത്, പുച്ഛമാണ് തോന്നുന്നത്. അല്ലാതെ ഇത് വലിയ ഹീറോ ആണ്, ഒരു ഹീറോയിൻ പരിവേഷമാണ്, ഞാനങ്ങ് ശബ്ദമുയർത്തി കഴിഞ്ഞാൽ ഇത് പിന്തുണയ്ക്കാൻ ഇവിടെ കുറേയേറെ ആളുകൾ ഉണ്ടാവും എന്നുള്ള ഒരു തെറ്റായ ധാരണയാണ്. ഉണ്ടാവും, കുറേയേറെ മൊണ്ണകളായിട്ടുള്ള അന്ധമായിട്ടുള്ള കുറെ ഫാൻസുകൾ പുറത്ത് അതിന് ഉണ്ടാവും. പക്ഷെ ഇതൊന്നും ചൂട്ട് പിടിച്ചു കൊടുക്കാൻ ഇവിടെ ആരുമില്ല. ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ വെക്കുന്ന ഒരു റിയൽ കോൺസെപ്റ്റിനെ തന്നെ തെറ്റിക്കുന്ന രീതിയിൽ മലയാളം ബിഗ് ബോസ് ഇമാതിരി അധപ്പതിച്ചു പോകുമ്പോൾ
ലാലേട്ട, നിങ്ങൾ ഓർത്ത് വിഷമിക്കുകയാണ്. നിങ്ങളെ പടങ്ങൾ ഒരുപാട് കണ്ട എന്റെയും ഒരുപാട് പേരുടെ ബാല്യത്തെ സുന്ദരമാക്കിയ, നിങ്ങൾ അഭിനയിച്ച ഓരോ കഥാപാത്രങ്ങളെയും വേദനിക്കുകയും വിഷമിക്കുകയും സന്തോഷിക്കുകയും അതുപോലെ തന്നെ ജീവിതത്തിൽ എന്തൊക്കെയോ മെസ്സേജുകളും കൂടി തന്നിരുന്ന ഒരു മനുഷ്യനാണ് നിങ്ങൾ. നിങ്ങളുടെ പടം കൊണ്ട്, എടുത്തണിഞ്ഞ ഓരോ വേഷങ്ങളും കൊണ്ട്, നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിന്റെ ആങ്കറായി നിൽക്കുന്നത് കൊണ്ട് മാത്രം ഈ ഒരു പരിപാടി കാണുന്ന എത്രയോ ലക്ഷം ആളുകൾ ഇന്ന് കേരളത്തിലുണ്ട്. അവരുടെ മുന്നിൽ നിങ്ങളെങ്കിലും ഒരു റെസ്പോൺസിബിൾ പേഴ്സൺ ആയി മാറണം. കാരണം ഇമാതിരിയുള്ള കാര്യങ്ങൾ ഒരു കുടുംബത്തിന്റെ സ്വൈര്യ ജീവിതത്തെ, ഒരു കുടുംബത്തിന്റെ സ്നേഹാന്തരീക്ഷത്തെ തകർക്കുന്ന ഇത്തരത്തിലുള്ള ഗെയിം സ്ട്രാറ്റജികൾക്കെതിരെ അതിശക്തമായ രീതിയിലുള്ള വാർണിംഗ് അല്ല കൊടുക്കേണ്ടത്, ആക്ഷൻ ആണ് കൊടുക്കേണ്ടത്. വാർണിങ്ങിനൊന്നും ഒരു രീതിയില്ല, ഇതിനെതിരെ ആക്ഷൻ ആണ് എടുക്കേണ്ടത്. എത്ര കണ്ടന്റ് കൊടുക്കുന്ന ആളായാലും എത്ര ജനപ്രീതിയുള്ള ആളാണെങ്കിലും ആ സ്പോട്ടിൽ പറഞ്ഞു വിടുക. നിങ്ങൾ ഈ വിഷ്വൽ എയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഗെയിം സ്ട്രാറ്റജി അവിടെ എടുക്കുന്ന ഒരു മത്സരാർത്ഥിയെ സ്പോട്ടിൽ പറഞ്ഞു വിട്ടിട്ട് വേറെ ആളെ എടുത്ത് പരിപാടി തുടങ്ങുക. കാരണം ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് മോഹങ്ങളുമായിട്ട്, ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ജീവിക്കുന്ന ഒരുപാട് പാവപ്പെട്ട നല്ല കലാകാരന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കൊരു അവസരം കൊടുക്കൂ. അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട് ഇന്നും ഒരിടത്തും എത്തിപ്പെടാത്തുള്ള നല്ല നല്ല മികച്ച കലാകാരന്മാർ നമ്മുടെ മണ്ണിലുണ്ട്. അവർക്കൊരു അവസരം കൊടുക്കും. അവർ ചിലപ്പോൾ അവരുടെ പെർഫോമൻസിനെ അവിടെ പെർഫോം ചെയ്യും പെർഫെക്റ്റ് ആയിട്ട്. അല്ലാതെ ഇത്തരത്തിലുള്ള നാറിയ സ്ട്രാറ്റജികളൊന്നും ആരും അവിടെ എടുക്കത്തില്ല. അപ്പോ ബിഗ് ബോസ് 7 ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. കാരണം ഈ കഴിഞ്ഞ എല്ലാ ദിവസങ്ങളിലും ബിഗ് ബോസ് 7 ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്, വളരെയേറെ എൻഗേജ്ഡ് ആക്കുന്നുണ്ട്, വളരെയേറെ ഇൻട്രസ്റ്റ് ആക്കുന്നുണ്ട്, വളരെയേറെ ഒരുപാട് മെസ്സേജുകൾ അതിനകത്ത് നിന്ന് വരുന്നുണ്ട്. ഈ പറയുന്ന മുൻഷി എന്ന് പറയുന്ന മനുഷ്യൻ പുറത്തു പോയപ്പോൾ കൊടുത്ത ഒരു മെസ്സേജ് ഉണ്ട്. അതുപോലെ സൗഹൃദത്തിനകത്തുള്ള ഒരു ഓന്ത് സ്വഭാവം, ഇന്നത്തെ ടെലികാസ്റ്റ് ചെയ്ത വീഡിയോക്കകത്ത് ഓന്തായിട്ട് കറക്റ്റ് ഈ ശൈത്യം തന്നെ കൊണ്ടു നിർത്തിയപ്പോൾ എനിക്ക് അതാണ് പെട്ടെന്ന് ഫീൽ ചെയ്തത്. ശൈത്യം എന്താണോ ചെയ്തത് അത് ശൈത്യമായിട്ട് തന്നെ തിരഞ്ഞെടുക്കുന്നു. ആ കൂട്ടം തന്നെ ശൈത്യം തിരഞ്ഞെടുത്ത് ഓന്തായിട്ട് കൊണ്ട് നിർത്തുന്നു. ഓന്ത് പോലെ നിറം മാറി, ഒരു ഫ്രണ്ടിന് വേണ്ടി ഓന്ത് പോലെ നിറം മാറുന്ന ആ ഒരു മെസ്സേജും, അതൊരു നെഗറ്റീവ് ആണെങ്കിൽ പോലും അതൊരു മെസ്സേജാണ്. ഒരുപാട് പേർക്ക് തിരിച്ചറിവ് കിട്ടുന്ന ഒരു നെഗറ്റീവ് മെസ്സേജ് ആണത്. ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന ഒരു സീസൺ വളരെ കല്ല് കടിക്കുന്ന, വളരെ വിഷൻ ജമിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ ഏറെ ചെയ്യുമ്പോൾ ചിന്തിക്കുക, പുറത്ത് ഇവർക്കെല്ലാം ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിന് നേരെയാണ് ഈ ഒരു വിഷയം ഉന്നയിച്ചിരിക്കുന്നത്. വ്യക്തമായ ആക്ഷൻ എടുക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. എന്തായാലും മറ്റു വിഷയങ്ങളുമായി വരുന്നതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു.